മോഹൻലാലിന്റെ ജന്മദിനം മാത്രമല്ല, ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ചായ ദിനമാണ്. മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് ചായ, അല്ലേ? രാവിലെ എണീറ്റാൽ ഒരു കപ്പ് ചൂട് ചായയിൽ തുടങ്ങുന്നു നമ്മളുടെ ഓരോ ദിവസവും. ഇന്ന് ചായ പ്രേമികൾക്കായുള്ള ദിനമാണ്, അതേ അന്താരാഷ്ട്ര ചായ ദിനം. നോക്കാം ഈ ചായ ദിനത്തിന്റെ പ്രത്യേകതകൾ. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തുളസിയാണ്. തുളസി എല്ലാവരും ചായ കുടിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ ആ സമയത്ത് തന്നെ നമുക്ക് ചായയെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ ഈ ചായക്ക് ഇങ്ങനെ ഒരു ദിവസമൊക്കെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. റോഷ്നി അതി ചായ കുടിച്ചേ. താങ്ക് യു. ആക്ച്വലി റോഷ്നി പറഞ്ഞതുപോലെ നമ്മൾ മലയാളികൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ഒരുപാട് പേര് ഏറെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു പാനീയമാണ് ചായ. ചായക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്, ചായക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി അധികം ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പാനീയമാണ് ചായ. നമ്മൾ പറയാറുണ്ട് ചായ കുടിക്കുന്ന ആരോഗ്യത്തിന് ശരിയല്ല, ഡെയിലി 2-3 ചായ കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഇതിന് ഇതേ ക്വാളിറ്റിയുടെ ഒപ്പം തന്നെ ശരീരഭാരം കുറയ്ക്കൽ തുടങ്ങിയ ഒത്തിരി ഗുണങ്ങളുള്ളൊരു പാനീയമാണ് ചായ. മാത്രമല്ല ഇത് ഇന്ത്യയിലോട്ട് എത്തിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇത് ഇന്ത്യയിലേക്ക് ചൈനയിൽ നിന്ന് എത്തിക്കുന്നത്. ഇതിന് ഒരുപാട് വ്യാപാരപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ദരിദ്ര രാജ്യങ്ങളേക്ക് ഒത്തിരി ഉയർത്താനായിട്ട് ചായ, തേയില വിപണിയും സഹായിക്കുന്നുണ്ട്. അപ്പം ലോകരാജ്യങ്ങളുടെ ഇടയിൽ ചായയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പം റോഷ്നി നേരത്തെ പറഞ്ഞതുപോലെ മലയാളികൾക്ക് ചായ ഇല്ലാതെ ഒരു ദിവസമില്ല. രാവിലെ എണീക്കുമ്പോൾ ഒരു കപ്പ് ചായ, അത് നമുക്ക് മസ്റ്റാണ്. അപ്പം ചായ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, നമ്മൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടും ഒത്തിരി പേരാണ് തേയില വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ചായ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ചായ, കാപ്പി തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ ഈ ഒരു ദിവസം ചായപ്രേമികൾക്കായി മാറ്റിവെക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് പറയുന്നത്. ചായ കുടിക്കും ഒരു ദിവസം? ഞാൻ രാവിലെ ഒരു ചായ, അത് മസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് രാവിലെ വരുന്നു, നമ്മൾ നേരത്തെ കയറുന്നു, ഒരു ചായ കുടിക്കുന്നു. ഈവനിങ് ആകുമ്പോൾ പറ്റുമെങ്കിൽ ഒരു ഗ്ലാസ് ചായ, അത്രേ ഉള്ളൂ. ചായ ഉണ്ടാക്കാൻ അറിയോ? ചായ ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഈ ചായയുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പം നമുക്ക് സാധാരണ പാൽ ചായ മാത്രമല്ല, വിവിധ വെറൈറ്റീസ് ഓഫ് ചായകൾ നമുക്ക് അവൈലബിൾ ആണ്. ചെമ്പരത്തി പൂവിട്ട്, തുളസി ഇട്ട്, ഏലക്കയൊക്കെ ഇട്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചായ നമുക്ക് അവൈലബിൾ ആണ്. ചായകൾക്കായിട്ട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ, നമ്മൾ മിഡ് നൈറ്റിലൊക്കെ രാത്രി ഒന്ന് കറങ്ങാനൊക്കെ പോകുമ്പോൾ ഒരു കപ്പ് ചായ കുടിക്കാം, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം ചായ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ചെറിയ ചെറിയ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ ഒത്തിരി ആസ്വദിക്കുന്ന ഒരു പാനീയം കൂടെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ചായക്ക് ഇന്ന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ചായ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് നമ്മൾ ശരീരഭാരം കുറയ്ക്കും. ഇതൊന്നും സാധാരണ ആളുകൾക്ക് അറിയാറില്ല. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാനീയം കൂടെയാണ് ചായ. ഓക്കെ, അപ്പോൾ ചായക്ക് വേണ്ടി ഒരു ദിവസം അങ്ങനെ നമ്മൾ ആചരിക്കുന്നതിൽ തെറ്റില്ല തെറ്റില്ല അല്ലേ?